ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫാഷൻ വീക്ക് ഡിസൈൻസ്. ഒരു റീസ്റ്റോക്ഡ് കാറ്റലോഗ് ആണ്. ഒരു നോർമൽ സ്റ്റൈലിൽ നിന്നും കുറച്ചും കൂടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈലിൽ വരുന്ന ഒരു വർക്ക് ആണ്. എന്നാൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ക്രഷ്ഡ് സിൽക്കിൽ ഒരു ഡബിൾ ഷെയ്ഡ് പാറ്റേണിൽ വരുന്ന ഒരു ഡിസൈൻ ആണ്. ആൻഡ് ഇതിൽ ബോട്ടോ ലൈനിങ് ഒക്കെ വരുന്നുണ്ട്. 1080 ഇതിന്റെ പ്രൈസ് വരുന്നത്. അധികം ചൂടൊന്നും എടുക്കല്ലാത്ത നല്ല ഫാബ്രിക് ആണ്. ആൻഡ് വെറൈറ്റി ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിലാണ് വന്നിരിക്കുന്നത്. അതിൽ കട്ട് വർക്കും വരുന്നുണ്ട്, എംബ്രോയിഡറി വർക്ക്സും വരുന്നുണ്ട്. ഡീറ്റെയിൽസ് കാണാം. ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഒരു കുറച്ചൊരു ഡസ്റ്റി ഫോമിൽ വരുന്ന ബ്ലൂവിൻ്റെയും ഗ്രീൻ്റെയും മിക്സ്ഡ് കളറാണ്. വീഡിയോയിൽ കുറച്ചൊരു ബ്രൈറ്റ് ആണ്. ഈ ഒരു കളർ ചേഞ്ചിലല്ല വരുന്നത്. ഇതിലെ കളേഴ്സ് എല്ലാം ഒത്തിരി ഓവറല്ല, എല്ലാവർക്കും മാച്ച് ആവും. അതായത് ഏത് സ്കിന്നാണെങ്കിലും മാച്ച് ആവുന്ന പോലത്തെ കളർ ഷെയ്ഡ്സ് ആണ്. ഓൺ ഡിസൈൻ ആണ്. സോ മെയിൻ സ്പെഷ്യാലിറ്റി 2.6 മീറ്റർ ടോപ്പ് ലെങ്ത് വരുന്നുണ്ട്. ക്രഷ്ഡ് സിൽക്ക് ആണ്. അധികം ചൂടൊന്നും എടുക്കാത്ത ഫാബ്രിക് ആണ്. അതിൽ നമ്മൾ ബോട്ടം ആൻഡ് ഇന്നർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് സാൻഡൂൺ ഫാബ്രിക് ആണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് കോട്ടൺ കിട്ടൂല. ഇതിന്റെ കളേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ബ്ലൂവിൻ്റെയും ഗ്രീനിൻ്റെയും മിക്സ്ഡ് ആണ്. അപ്പം നമുക്ക് കോട്ടണിൽ ഒന്നെങ്കിൽ ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ, ഇതിൽ ഏതിൽ ഒരെണ്ണം എടുക്കാനുള്ള ചോയ്സേ ഉള്ളൂ. സാൻഡൂൺ വരുമ്പം രണ്ടിനാണ് ബ്ലൻഡഡ് കളേഴ്സ് വരും. അതുകൊണ്ടാണ് മോസ്റ്റ് ഓഫ് ദി ഡിസൈൻസിലും നമ്മൾ സാൻഡൂൺ ആഡ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ യോക്കിലെ വർക്ക് വരുന്നത്. ഇത് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ ഇട്ട് കാണാനാണ് കുറച്ചുകൂടി ലുക്ക്. ഒത്തിരി പേർക്ക് നമ്മൾ ഇട്ട് കണ്ട് നല്ല ഭംഗിയാണ് കാണാൻ. അതായത് എപ്പോഴും സിംഗിൾ കളറിലായിരിക്കും എംബ്രോയിഡറി വരിക. ഇതിൽ എന്ന് പറഞ്ഞാൽ ഡബിൾ കളർ ഷീറ്റ്സിൽ എംബ്രോയിഡറി, ഈ ഒരു പോർഷൻ ചെറിയ കട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ട ഒത്തിരി ഹെവി അല്ല, സിമ്പിളായിട്ട് ഓൾ ഓവർ സ്കാറ്റർ ചെയ്ത എംബ്രോയിഡറി വർക്ക്, ലൈറ്റ് ഡാർക്ക് കോമ്പിനേഷൻ. ഇതാണ് ലുക്ക്. ഗോൾഡൻ ബ്രൗൺ കളറാണ്. എല്ലാത്തിലും ചെറിയൊരു 2 ടോൺ ബ്ലൻഡ് ഉണ്ട്. നല്ല സ്പെഷ്യൽ കളർ ഷെയ്ഡ്സ്. എല്ലാത്തിലും ബേസിൻ്റെ തന്നെ ഡാർക്ക് ലൈറ്റ് കോമ്പിനേഷൻ ഒക്കെ ഉണ്ട്. ഒരു സൈഡിൽ ഒരു യെല്ലോ ഷെയ്ഡ് പോലത്തതും ഒരു സൈഡിൽ ഒരു കോഫി ബ്രൗണിൻ്റെ കോമ്പിനേഷനിലുമാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. നല്ല ക്യൂട്ടാണ് കാണാൻ. ആൻഡ് സ്റ്റിഫ് അല്ല ഫാബ്രിക്, ക്രഷ്ഡ് സിൽക്കാണ്. ലൈറ്റ് വെയിറ്റ് ആയിട്ട് കിടക്കും. നല്ല ലുക്ക് കിട്ടുന്ന ഫാബ്രിക് ആണ്. ഇത് ദുപ്പട്ടയും സെയിം ഫാബ്രിക് തന്നെയാണ്. 2.4 ആണ് ദുപ്പട്ടയുടെ ലെങ്ത്. ടോപ്പ് 2.6 ആൻഡ് ബോട്ടം ആൻഡ് ഇന്നർ 4 മീറ്റർ. നല്ലൊരു കളർ ഷെയ്ഡാണ്. ഫാസ്റ്റ് മൂവിങ് കളർ ഷെയ്ഡാണ്. ഒരു മാവ് ആൻഡ് ചോക്കോ രണ്ടും കൂടെ മിക്സ് ബ്ലൻഡഡ് ആണ് ഈ ഒരു കളർ ഷെയ്ഡ് എന്ന് വരുന്നത്. അതിലെ വർക്ക് കണ്ടില്ലേ, രണ്ടും കോമ്പിനേഷൻ പൗഡർ പീച്ച് ആൻഡ് മെറൂൺ കോമ്പിനേഷനിലാണ് എംബ്രോയിഡറി വരുന്നത്. അതിൽ കട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ലെങ്ത് ഉണ്ട്. ഭയങ്കര ഹെവി ക്രഷ് അല്ല. അത് പ്ലാറ്റിനം ക്രഷ്ഡ് ഗോൾഡ് ക്രഷ് ഒക്കെ പോലെയല്ല, കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടാണ് ഇതിൻ്റെ ക്രഷ് വരുന്നത്. ഗോൾഡ് ക്രഷ് ഹെവി ക്രഷ്ഡ് ഫോമിലാണ് വരിക. ഇത് ക്രഷ്ഡ് സിൽക്ക് ആണ്. ചെറിയ ലൈറ്റ് ആയിട്ടാണ് അതിൽ ക്രഷ്നെസ് വരുന്നത്. നമുക്കിങ്ങനെ അടുത്തോട്ട് തന്ന് നോക്കി കഴിയുമ്പോഴേ ആ ഒരു ചെറുതായിട്ട് ആ ക്രഷ്നെസ് മനസ്സിലാവുള്ളൂ. പിന്നെ ദുപ്പട്ട സ്കാലപ്ഡ് ആണ്. ഓൾ ഓവർ എംബ്രോയിഡറി സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് കോമ്പിനേഷൻ ഇങ്ങനെയാണ്. നല്ലൊരു വയലറ്റ് അല്ല, ഒരു ഓർക്കിഡ് കളറാണെന്ന് തോന്നുന്നു. ഓർക്കിഡ് കളറിൽ ലൈറ്റ് ലാവൻഡറിൻ്റെയും വയലറ്റിൻ്റെയും കോമ്പിനേഷനിലാണ് എംബ്രോയിഡറി വരുന്നത്. ക്രഷ്ഡ് സിൽക്ക് ഫാബ്രിക്കിൽ ടോപ്പ് ദുപ്പട്ട അതുണ്ട്. ലൈറ്റ് വെയിറ്റ് ആയിട്ട് കിടക്കും. അതായത് ഒതുങ്ങിക്കിടക്കും. എല്ലാവർക്കും കൂടുതലും ഒതുങ്ങി കിടക്കുന്ന ദുപ്പട്ടാസാണ് വേണ്ടത്. ഇങ്ങനെ സ്റ്റിഫ് അല്ല. അപ്പം അങ്ങനെ കിടക്കുന്ന ദുപ്പട്ടയാണ്. നല്ല കംഫോർട്ടാണ്. ആൻഡ് ഇതിൽ ബോട്ടം ആൻഡ് ഇന്നറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബഡ്ജറ്റ് റേഞ്ചാണ് 1080 1080 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. താങ്ക് യു.